മലയാളത്തിൽ മികച്ച വ്ലോഗുകൾ ചെയ്തുകൊണ്ട് മികച്ച വരുമാനം നേടുന്ന നിരവധി ക്രിയേറ്റേഴ്സ് ഉണ്ട്. നല്ല ഒരു ഫ്രണ്ട് ക്യാമറയുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും മികച്ച ഒരു വ്ലോഗറാകാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പലർക്കും സ്മാർട്ട് ഫോൺ ക്യാമറ ഇതുപോലെ ഓൺ ചെയ്ത് വെച്ച് അതിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ഒരു ചളുപ്പ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ കുറേ പേര് ചുറ്റുമുള്ളപ്പോൾ മൊബൈലിലേക്കൊക്കെ നോക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു ചമ്മൽ ഫീൽ ചെയ്യും. അത്തരം പ്രശ്നങ്ങൾ ഒരുവിധമുള്ള എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിനെ ഫലപ്രദമായിട്ട് ഓവർകം ചെയ്യുന്നവരാണ് മികച്ച വ്ളോഗേഴ്സ് ആകുന്നത്. അത്തരത്തിൽ വ്ളോഗിംഗ് മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച പ്രമുഖരായിട്ടുള്ള 3 മലയാളി ക്രിയേറ്റേഴ്സ് അവർ തങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് നമ്മളുമായി പങ്കുവയ്ക്കേണ്ടായി. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആദ്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നിരവധി രാജ്യങ്ങളിൽ യാത്രകൾ പോയി അവിടുത്തെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വലിയ ശരീരത്തിൽ ഒരു വലിയ മനസ്സുള്ള ഹാരിസിക്ക. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടവർക്ക് അറിയാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീറലി. ഇന്ന് പറയാനായിട്ട് 9 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് എത്ര എടുത്തിട്ടും ഹാപ്പി ആവണില്ല, നമ്മുടെ ഫേസ് ശരിയാവണില്ല, ബോറാണോ അതാണോ സൗണ്ട് ശരിയല്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഈ വീഡിയോന് ശേഷം ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നു. 99% ആൾക്കാർക്ക് ആവില്ല നമ്മുടെ സൗണ്ട് ശരിയല്ലാതെ. കാരണം നമ്മുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ആയിട്ടൊന്ന് സെറ്റാവാൻ ടൈം എടുത്ത്, പിന്നെ ഇതൊന്നൊരു വിഷയമല്ലെന്ന്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് ഓരോ വ്യത്യസ്ത വീഡിയോകളുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സുജിത് ഭക്തൻ. ഈ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഒറ്റയ്ക്ക് ക്യാമറയൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് ഒരുപാട് ആൾക്കാരുടെ മുന്നിലൂടെ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഇത്രയും ആൾക്കാരൊക്കെ നോക്കി നിന്നാൽ പോലും ആ വ്ളോഗ് ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ ആയിരുന്നു, അതോ ഈ ഒരു വ്ളോഗിങ്ങിന് വേണ്ടി സ്വയം മാറ്റിയെടുക്കുക? അത് ഉണ്ടാക്കിയെടുത്ത കഴിവാണ്. ആദ്യ സമയങ്ങളിൽ ഞാൻ എനിക്ക് ക്യാമറയായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അന്നേരം എനിക്ക് ചമ്മല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ക്യാമറയായിട്ട് നിൽക്കും. എനിക്ക് ആരും ഇല്ലാത്ത സമയത്തല്ലേ ഒളിഞ്ഞ് മുമ്പേ ജയരായിട്ട് അവിടെ മാറി നിന്ന് ഷൂട്ട് ചെയ്തില്ല, അതേപോലെ ഞാൻ ഷൂട്ട് ചെയ്യുമായിരുന്നു. അവിടെ മാറി നിന്ന് ആരും കാണാത്ത സ്ഥലത്തൊക്കെ പോയി നിന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ആയി. ഇപ്പം ഏത് ക്രൗഡിനിടയിലും പോയിട്ട് ക്യാമറ ഓണാക്കി ഷൂട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. അത് ബൈ കോൺഫിഡൻസ് നമുക്ക് വരുന്നൊരു സാധനം തന്നെയാണ്. ഡെവലപ്പായി വന്നതാണ്. ഇല്ല വെറും 19 വയസ്സിനുള്ളിൽ തന്നെ 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി മുന്നേറുന്ന അൺബോക്സിംഗ് ഡൂഡ് എന്ന യൂട്യൂബ് ചാനലിലെ സാലി. സിമ്പിൾ ചുറ്റുപാടാണ് മറക്കും, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നതാണ് മറക്കും. നമ്മുടെ നാട്ടിൽ ക്യാമറ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു രീതിയിലാണ് കാണുക. അതായത് നമ്മളെന്തോ വേറെന്തോ ഷൂട്ട് ചെയ്യാണ്, അങ്ങനെ ആരും ചെയ്യാത്തൊരു സംഭവമാണല്ലോ നമ്മൾ ചെയ്യുക. ഇപ്പം എല്ലാവരും വേറൊരു കണ്ണിലൂടെയാണ് കാണുക. എന്നാലും നമ്മൾ എന്താ പറയുക, നമ്മൾ നിൽക്കുന്ന സ്ഥലം മറന്ന് മറ്റുള്ളവർ എന്തെങ്കിലും ചിന്തിക്കട്ടെ, നമ്മളെ കണ്ടന്റിലേക്ക് കുറച്ചുകൂടി അവിടെ ഇൻബിൽഡായി പോകുക, അങ്ങോട്ട് പോയി പോവുക. അപ്പം നമുക്ക് എന്താ പറയുക, ചിരിച്ച് കളിച്ച് വ്ളോഗ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ അവരൊക്കെ എന്തൊക്കെയാണ് നോക്കുന്നത്, ആ ഒരു പേടി ഉണ്ടാവും. അപ്പം നമുക്ക് മുഖത്ത് ചെറി വന്നാലുള്ളൊരു പേടി ഉണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യണം, നമ്മളെടുക്കുന്ന വിഷയം കുറച്ചുകൂടി ഒരു അതിലേക്ക് ആവണം, എന്നിട്ട് എൻജോയ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യണം. അതായത് മുഖത്ത് വരുന്ന ചെറി മനസ്സിനുള്ളിൽ നിന്നായിരിക്കണം. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് എനിക്ക് ഒരു രസമാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരോട് നമ്മുടെ കാഴ്ചകൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു ടൂറ് പോയി ആ യാത്ര നമ്മുടെ സുഹൃത്തുക്കളോട്, ഭാര്യയുടെ അടുത്ത്, അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ പറയും. അതേ ലാഘവത്തിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അത്ര സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാഴ്ചക്കാർ കൂടുതലുണ്ടാകും. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ യൂട്യൂബിൻ്റെ ഒക്കെ അവസ്ഥ വെച്ചിട്ട് ആയിരക്കണക്കിന് ചാനലുകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ വ്യൂ ഒക്കെ കുറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാനുള്ളത്, ഞാൻ ചെയ്യുന്ന രീതി, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ വീട്ടുകാരോട് എങ്ങനെയാണ് ആ വിശേഷങ്ങൾ പറയുക, അതേ രീതിയിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നു. ക്യാമറയെ ഫേസ് ചെയ്യാൻ ഭയമില്ലായിരുന്നു തുടക്കത്തിൽ. ക്യാമറയെ ഫേസ് ചെയ്യാനല്ലാതെ എൻ്റെ മുഖം എങ്ങനെയുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സംസാരം എങ്ങനെയുണ്ടോ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. ക്യാമറയെ ഫേസ് ചെയ്യാൻ ഒരു മടിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാനൊരു മടിയുണ്ടായിരുന്നു. ധാരാളം ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു മടിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിക്കിട്ടി.
പിന്നെ ഇപ്പം നമ്മൾ ക്രൗഡിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കുറേ ആളുകൾ വന്ന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇപ്പം ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും ആരെങ്കിലും വന്ന് സുഹിത്തേട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ അന്നേരം അവരെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അവരത്രയും എഫേർട്ട് ഇട്ട് നമ്മളുടെ വീഡിയോകൾ കാണുമ്പോൾ അവരൊരു മിനിറ്റ് നമ്മളെ കാണാനായിട്ട് സംസാരിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് വളരെ പാപമാണ്. അത് ചെയ്യാനും പാടില്ല. അപ്പം ഇപ്പൊ അതൊക്കെ മാറി കിട്ടി. അതൊക്കെ നമുക്ക് ക്രമേണ ഉണ്ടായി വന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ കുറെ പേരുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ വ്ലോഗ് ചെയ്തുകൊണ്ട് ഇപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ഡ്യൂഡിന് ക്യാമറയിൽ കൂടെ തന്നെ കാണാൻ പറ്റും. ബാക്കിൽ കൂടെ കാണി ഒറ്റയ്ക്ക് ഇതാ ഒരു ക്യാമറയൊക്കെ പിടിച്ച് എന്തായാലും എവിടെ ആയാലും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവം നമ്മൾ ക്യാമറ പിടിക്കുമ്പോൾ എല്ലാവരും നോക്കും. പക്ഷെ ആദ്യമൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ നമ്മള് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മളെന്തെങ്കിലും സംഭവം ആയിക്കോട്ടെ മറ്റവർക്ക് തോന്നിക്കോട്ടെ വിചാരിച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയില്ലെങ്കിൽ ചില സമയത്തൊക്കെ പിടിച്ച് പോകാറുണ്ട്. ഇവരാരോ ഒരാളാണെന്ന് തോന്നട്ടെ, അതെ, നമ്മള് ആരൊരാളെ തോന്നിക്കോട്ടെ വിചാരിച്ചിട്ട് പോകാറുണ്ട്. ഒന്നും അഡീഷണൽ ആഡ് ചെയ്യാതിരിക്കുക. നമ്മളെന്താണോ അത്, നമ്മുടെ സംസാര ഭാഷ, നമ്മുടെ മാനറിസങ്ങൾ, അതൊക്കെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോയിലും വ്യത്യസ്തത പുലർത്താന്ന് വെച്ചാലും കണ്ടന്റ് കൊണ്ട് വ്യത്യസ്തരാകും. പക്ഷെ നമ്മളെന്താണോ അതായിരിക്കണം ക്യാമറയുടെ മുമ്പിൽ. ഒരു മോശം സാധനത്തിന് നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പൊലിപ്പിച്ച് പറയാം, ആൾക്കാരുടെ അനാവശ്യ എക്സ്പെക്റ്റേഷൻസ് കൊടുത്തിട്ട് ഇത് ചെയ്യുക, അതുപോലെ ഒരു മിസ്ലീഡിങ് കണ്ടന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. ഡൂഡിന്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ വ്ലോഗ് ആണോ നല്ലത്, അതായത് സാധാരണ വീഡിയോ ആണ് നല്ലത്? അതായത് ഒരു വ്ലോഗിങ് സ്റ്റൈൽ ചെയ്യുന്നതാണ് എപ്പോഴും സാധ്യത കൂടുതൽ. അതായത് എന്ത് വീഡിയോ ആണെങ്കിലും നമുക്കിപ്പോൾ എന്ത് വീഡിയോ ഇടാം, യൂട്യൂബിൽ ഇപ്പം വ്ലോഗ് എന്നെ ഇടണമെന്നൊന്നുമില്ല. പലതരം വീഡിയോ, ഇപ്പോൾ കിച്ചണിലുള്ള വീഡിയോസ് ഒക്കെ ട്രെൻഡിങ് ഒക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്തിട്ടാലും അത് കാണാൻ വേണ്ടി ഒരു കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അവരിലേക്ക് നമ്മളെ വീഡിയോ എത്തിക്കുക അല്ല റംഷ? അതുപോലെ ചെറുക്കിന് അപ്പൊ അത് ചെയ്താൽ മതി. അതായത് അതിനകത്ത് സബ്ജക്റ്റ് ഒരു വലിയ പ്രശ്നമൊന്നും അല്ല അല്ലേ? ആൾക്കാർ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ തന്നെ കാണിക്കണം, അങ്ങനെ ഒരു വലിയ. അതായത് ഒരാൾ കാണുമ്പോൾ ഞാൻ എന്തിന് ഈ വീഡിയോ കാണണം, നമ്മുടെ ഡാറ്റയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് 5-10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തിന് ഞാനിത് കാണണം? അപ്പോൾ ആ എന്തിന് കാണണം എന്നൊരു പ്രേക്ഷകൻ ചിന്തിക്കുമ്പോൾ ആ ചോദ്യത്തിനൊരു ഉത്തരം എന്തിനു കാണുന്ന വെച്ചാൽ ഇത് തന്നെയാണെങ്കിൽ ഒരു ഗോവ യാത്രയാണ്. അപ്പോൾ ഇവർ പോയത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഗോവ പോകുമ്പോൾ ഇത് ഉപയോഗത്തിൽ പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പോകുമ്പോൾ പറയുമ്പോൾ നമുക്ക് പോയ പോലെ നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ബ്ലോഗിൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ അധികം ആൾക്കാർ കുറച്ച് ലെങ്തി ആയിരിക്കും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേയും പോകുന്നതായിരിക്കും. അപ്പൊ അവിടെ എത്തിയിട്ട് എന്തൊക്കെ സംഭവിക്കാന്നൊക്കെ ആ വീഡിയോയിൽ കാണാനുള്ള പ്രതീക്ഷ കൊണ്ട് ആൾക്കാർ 3 മിനിറ്റ് 4 മിനിറ്റ് കാണുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി വാച്ച് ടൈം ജനറേറ്റ് ചെയ്യും. അങ്ങനെ വാച്ച് ടൈം കുറെ കൂടി കഴിയുമ്പോഴാണ് യൂട്യൂബ് ഒരു വീഡിയോ പുഷ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു 5 മിനിറ്റിന്റെ വീഡിയോ ആകുമ്പോൾ 2.5 മിനിറ്റ് ഒരാൾ കാണുള്ളൂ, മിനിമം ഒരാൾ കാണുള്ളൂ. അപ്പൊ നമ്മൾ കട്ട സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ മൊത്തമായിട്ട് കാണാം, ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കാണും. പക്ഷെ ബ്ലോഗ് അറിയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അതായത് വെറുതെ ഇരുന്ന് കാണാമല്ലോ. അടുത്തത് നമ്മളൊരു വ്ളോഗർ ആകാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെന്റ് മികച്ച, അതുപോലെ ക്യാമറ ആയാലും ശരി, ഫോൺ ആയാലും അതൊരു മികച്ച ഇത് തന്നെ ആയിരിക്കണം, അല്ലെ സൗണ്ട് മികച്ച ക്വാളിറ്റി, അങ്ങനെ ആരും ചിന്തിക്കുന്നുണ്ടല്ലോ? അങ്ങനെ മികച്ചതായിരിക്കണം എന്ന് വെച്ചിട്ടും അതൊരിക്കലും ഒരു വലിയ ബ്രാൻഡോ വലിയൊരു എക്സ്പെൻസീവ് ആയിരിക്കണോ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റിൽ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ കേൾക്കാനും കാണാനും പറ്റണം എന്നുള്ളത് മാത്രം. അതിനുപയോഗിക്കുന്ന മൊബൈലായിക്കോട്ടെ, ആക്ഷൻ ക്യാമറകളായിക്കോട്ടെ, പ്രൊഫഷണൽ ക്യാമറ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ആളുടെ സാമ്പത്തിക അവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറ, 1 ലക്ഷത്തിൻ്റെ ക്യാമറയുണ്ട്, അങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കരുത്. നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തൃപ്തികരമായിട്ട് എടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഡൂഡിന് അൺബോക്സ് ചെയ്യാൻ കിട്ടി, ഒരു ഫോൺ കിട്ടി, അതിന്റെ ഫീച്ചർ എല്ലാം ഡൂഡ് അത് എങ്ങനെ ചെയ്യുന്നു? ഒരു വീട്ടിൽ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യോ അതോ ഒരു ബ്ലോഗിങ് സ്റ്റൈലിൽ ചെയ്യും? ഡൂഡ് എങ്ങനെ ചെയ്യും? ഞാൻ എങ്ങനെ ചെയ്യുന്ന വെച്ചാല് വീട്ടിലിരുന്ന് ചെയ്യാൻ അറിയുമ്പോൾ അതിന് വ്യൂസ് കുറയും. എനിക്കിപ്പോ ഞാനൊരു സ്മാർട്ട് ഫോൺ അതാ പറഞ്ഞ. ഇപ്പൊ എക്സാമ്പിൾ എനിക്കൊരു ഫോണ് കിട്ടി, ഞാനൊരു പ്രൊഡക്റ്റാണ് എനിക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്ന ഫോൺ, അതായത് സാംസങ് ഗാലക്സി ഫോൺ റിവ്യൂ അങ്ങനെ കൊടുക്കുക, അതിന് വ്യൂസ് കുറയും. പക്ഷെ അത് എന്താ പറയുക, കൂടുതൽ ആൾക്കാർക്കും എന്താ പറയുക ഒരു പക്ക റിവ്യൂ ആയിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ കുറേ യൂട്യൂബിൽ വീഡിയോ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്താ അറിയില്ല, അങ്ങനെ വ്യൂ കുറയും. പക്ഷെ ഞാനൊരു ഫോൺ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കാണിച്ചു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി അതിന് വ്യൂസ് കൂടും. അതായത് ഞാൻ ഫോൺ വാങ്ങിയില്ല, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരൊരു, ഞാനിപ്പോൾ ഒരു ഫോൺ വാങ്ങി ജയരാജേട്ടാന്ന് നോക്കൂ, അതെ അതെ, ആ കൗതുകം കൊണ്ട് നോക്കി. അല്ലെങ്കിൽ ഒരു പെട്ടി എടുത്തിട്ട് ഈ പെട്ടിയിൽ എന്ത് അങ്ങനെ കാണും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് എന്താണ്, അതുപോലെ തന്നെ അതിലെന്താ ഫീച്ചേഴ്സൊക്കെ അറിയാൻ വേണ്ടിയുള്ള സംഭവം. ഇനി അടുത്തതേ, ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പം ഞാനൊക്കെ ടെക്ക് ചെയ്യുന്നു, രതീഷ് ഭായ് ടെക്ക് ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ സാധാരണ ഒരാളുടെ ലൈഫ് കാണിക്കുന്ന വ്ളോഗിങ് ചാനലുകൾക്കാണ് സാധ്യത കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ്. അത് ഓരോ ട്രെൻഡല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ബാഗിൽ എന്താണ്, എൻ്റെ ഒരു ദിവസം, അതൊക്കെ ഒരു ട്രെൻഡാണ്. അതിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ട്രെൻഡ് ഒരു ഫുൾ ജാർ സോഡ എന്തായിരുന്നു കുറച്ച് മാസങ്ങൾ. ഇന്നിപ്പോൾ ഒരു കടകളിൽ നമുക്ക് ഫുൾ ജാർ സോഡ പ്രോപ്പറായിട്ട് കിട്ടാനോ കാണാനോ ഇന്നിപ്പോൾ ആ വീഡിയോ ഇട്ടാലും ആരും കാണാൻ പോലും ഇല്ല. അപ്പോൾ അത് ട്രെൻഡാണ്. അതുപോലെയാണ് ഈ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരിടക്ക് യാത്രാ ചാനലുകളും ടെക്കൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് കയറി നിൽക്കുന്നിടത്ത് ഇന്നിപ്പോൾ ടെക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ആയി തുടങ്ങി. മീൻസ് അതിന് കുറ്റം പറയണതല്ല, അപ്പോൾ ഒരു മൊബൈലിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിഞ്ഞു തുടങ്ങി. പിന്നെ പുതിയത് വരുമ്പോൾ 1-2 ഫീച്ചറാണ് ആഡായിട്ട് കാണാനുള്ളത് എനിക്ക്. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എനിക്ക്. അപ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് ധാരാളം സെലിബ്രിറ്റീസൊക്കെ അനുദിനം ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ 3 പേരുടെ അനുഭവം കേട്ടപ്പോൾ എങ്ങനെയാണ് ഒരു മികച്ച വ്ളോഗറാകാൻ, നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അതിസമർത്ഥമായിട്ട് അതിജീവിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കും ഒരു മികച്ച വ്ളോഗറാകാം. നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റ് ടിപ്സുകൾ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജീനാഥ് എന്ന ചാനലും ഫേസ്ബുക്കിൽ ജയരാജ് ജീനാഥ് ഒഫീഷ്യൽ എന്ന പേജും ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലുമുണ്ട് ജയരാജ് ജീനാഥ്. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്.